ജസ്റ്റിനി, ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ റെസ്റ്റോറന്റിനകത്ത് തീപിടിച്ച് 21 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 37 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി മാളവ്യ നഗറിലാണ് തീപിടുത്തമുണ്ടായത്. ബേസ്മെന്റിലാണ് ആദ്യം തീപിടുത്തമുണ്ടായതെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് അനധികൃതമായെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. സംഭവസ്ഥലത്ത് നിന്ന് റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഷീദ്, അപ്പോൾ 21 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവിടെയുള്ള ദൃക്സാക്ഷികൾ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങളോ വിവരണങ്ങളോ നൽകുന്നുണ്ടോ? ജിൽസി, രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ദാരുണമായിട്ടുള്ള അപകടമായി ഇത് മാറിയിരിക്കുകയാണ്. രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ അപകടം ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അധികം വാഹനങ്ങളൊന്നും തന്നെ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. അവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബേസ്മെന്റിൽ നിന്നാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. ഈ ബേസ്മെന്റിലായിരുന്നു അധിക ആളുകളും ഉണ്ടായിരുന്നത്. ഇവിടെയാണ് നിലവിൽ ഈ ഹോട്ടലിന്റെ മറ്റു ഈ അടുക്കളയടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ തീപിടുത്തമുണ്ടായതിനു ശേഷം മുകളിലേക്ക് കൂടിയും തീ വ്യാപകമായി പടരുകയായിരുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 5 നിലകളാണ് ഈ ഹോട്ടലിനുള്ളത്. ഇതിന്റെ 5ാമത്തെ നിലയിലേക്ക് പോലും തീ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യ തോതിൽ വലിയ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് കേട്ടത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും 21 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഈ അധികൃതരുടെയൊക്കെ തന്നെയും പരിശോധന നടക്കുകയാണ്. NDRFന്റെ SDRFന്റെ സംഘമുണ്ട്, ഡൽഹി പോലീസ് ഉണ്ട്, അതോടൊപ്പം ഫോറൻസിക് സംഘവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഫോറൻസിക് പരിശോധനകൾ അടക്കം നടക്കുന്നതിനാൽ ഈ മേഖലയിലേക്ക് പ്രവേശനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഫോറൻസിക്കിന്റെ ഒരു പ്രത്യേക സംഘം നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവർ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ സംഘം ഈ മേഖലയിലേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. 6 മുറികൾക്ക് മാത്രമായിരുന്നു ഈ ഹോട്ടലിന് അനുമതിയുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന 25 മുറികളോട് കൂടിയാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹോട്ടൽ നടത്തിപ്പിൽ ഗുരുതരമായിട്ടുള്ള പിഴവുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മുഖ്യമന്ത്രി രേഖ ഗുപ്ത അല്പസമയത്തിനകം ഈ മേഖലയിൽ സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം 2 ദിവസം മുമ്പാണ് മെഹ്റോളിയിൽ സമാനമായിട്ടുള്ള രീതിയിൽ കെട്ടിടം തകർന്നു വീഴുകയും ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. സമാനമായി ഈ രീതിയിൽ വലിയ തോതിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം തന്നെ ഡൽഹിയിലെ തൊട്ടടുത്ത ഈ മാൾവ്യ നഗറിന് ഈ മെഹ്റോളിക്ക് തൊട്ടടുത്ത പ്രദേശം തന്നെയാണ് മാൾവ്യ നഗർ എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ഈ ഒരു അപകടം കൂടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ രേഖ ഗുപ്ത എക്സിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിൽ ഇത്തിരി പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇനി നടക്കാനുള്ളത് ഈ അന്വേഷണമാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്, അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനകൾ അടക്കം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 21 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ ആളുകളുടെ മരണം ഇനിയും ഉണ്ടായേക്കാമെന്നുള്ള ആശങ്കകൾ കൂടി ഇവിടുത്തെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിദേശികളടക്കമുള്ള ആളുകളെയാണ് പൊള്ളലേറ്റുകൊണ്ട് ഈ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് സാരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും ഉയർന്നാക്കാമെന്നുള്ള ആശങ്കകൾ കൂടി ഈ ആളുകൾ പങ്കുവെക്കുകയും ചെയ്തുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അപകടം രാജ്യത്തെ തന്നെ നടുക്കിച്ച ഒരു അപകടം, രാജ്യത്തെ നടുക്കിയ ഒരു വലിയ അപകടമാണ് ഡൽഹി മാൾവ്യ നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ. 21 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു.